നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കൈവശം വെക്കേണ്ട രേഖകളെ സംബന്ധിച്ചാണ്. ആധാരം, കരമടച്ച രസീത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ വസ്തുവിൻ്റെ സൈറ്റ് പ്ലാൻ എന്നിവ കൈവശമുള്ളപ്പോൾ നമ്മൾ ഇനി എന്താണ് അടുത്തത് ചെയ്യേണ്ടത്? അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു രജിസ്റ്റേർഡ് എഞ്ചിനീയറെയോ സൂപ്പർവൈസറെയോ ആർക്കിടെക്റ്റിനെയോ ടൗൺ പ്ലാനറെയോ ഇങ്ങനെ 4 ഗണത്തിലുള്ള ആൾക്കാർക്കാണ് കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് പെർമിറ്റ് എടുത്തു കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് അനുവാദം നൽകുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചിറങ്ങിയ ശേഷം എൻജിനീയറിംഗ് ലൈസൻസ് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിടെക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ ജോയിൻറ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ എഞ്ചിനീയർ എ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവർ 2 വർഷം ഈ എഞ്ചിനീയർ എയിൽ കുറയാത്ത ലൈസൻസ് ഉള്ള ഒരാളുടെ പക്കൽ ജോലി ചെയ്തു എന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ അനുവാദം മേടിച്ചെടുക്കുന്നത്. എന്നാൽ ITI വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെങ്കിൽ ഇതേ എഞ്ചിനീയർ എ ലൈസൻസ് ഉള്ള ആളുടെ പക്കൽ 5 വർഷത്തോളം വർക്ക് ചെയ്തു എന്നുള്ള പരിശീലന സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ അവർക്ക് സൂപ്പർവൈസർ ലൈസൻസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്കൊന്ന് പ്രയോജനപ്പെട്ടുകൊട്ടെ എന്നുകൊണ്ടാണ്. എന്നാൽ ഒരു ഉടമസ്ഥൻ ഒരു കെട്ടിടം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓടിപ്പോയി ഒരു ലൈസൻസിയുടെ പക്കൽ ഏൽപ്പിക്കുന്നതിലും പകരം അദ്ദേഹത്തിന് എത്രത്തോളം ഇതിനെപ്പറ്റി കാര്യപ്രാപ്തിയുണ്ട്, ഇതിനെപ്പറ്റി അറിവുണ്ട്, ഇതിനെപ്പറ്റി അവബോധമുണ്ടെന്നുള്ളത് താങ്കൾ ആദ്യം മനസ്സിലാക്കണം. എന്തു വെച്ചാലെന്നാൽ ഒരു വീടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമ്മൾ ആ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായി നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ അനുവാദം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായി അനുവാദം നേടിയെടുക്കുകയും ശേഷം നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായ ചില കെട്ടിടങ്ങൾക്ക് അവസാനം മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെ പഞ്ചായത്തിൽ നിന്നോ കംപ്ലീഷൻ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ആ കെട്ടിടത്തിന് നമ്പർ കിട്ടുകയും ആ കെട്ടിടത്തിന് ബാക്കിയുള്ള ആ കെട്ടിടം ഇപ്പോൾ വാണിജ്യ കെട്ടിടമാണെങ്കിൽ അതൊന്ന് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിവുള്ള ഒരു എഞ്ചിനീയറുടെയോ സൂപ്പർവൈസറുടെയോ പക്കൽ ഇത് കൊടുക്കുകയും പെർമിറ്റ് എടുക്കുകയും ശേഷം അതേ പ്ലാൻ പ്രകാരം തന്നെയാണ് നമ്മളിത് പണിയുന്നത് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചെറിയൊരു മാറ്റത്തിനോ ചെറിയൊരു സൗകര്യത്തിനോ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കൂട്ടിച്ചേർക്കലോ പൊളിച്ചു മാറ്റലോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ പൂർത്തീകരണ സമയത്ത് നമുക്കുണ്ടാവും എന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. അപ്പോൾ താങ്കൾ ഒരു ലൈസൻസിയെ ചൂസ് ചെയ്യുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ അത് കൃത്യമായിട്ടും ഈ ബിൽഡിംഗ് റൂള് അറിയുന്ന ഒരാളായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. കാരണം അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി അറിയുന്നു, അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എത്രത്തോളം കാര്യപ്രാപ്തി ഉണ്ട്, അറിവുണ്ട്, ഗൗരവത്തിലാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹത്തിന് ആ വർക്ക് കൊടുക്കുക. ആ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ നിങ്ങൾ ആ കെട്ടിടങ്ങൾ പണിത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കാരണം നമ്മൾ എഞ്ചിനീയർ 2 സ്ഥലത്ത് ഇതിന് സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഉടമസ്ഥൻ ഇത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നും ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വരുത്തുകയാണെങ്കിൽ അല്ലെ നിയമ ലംഘനങ്ങൾ ഞാൻ വരുത്തുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് നമ്മൾ സത്യവാങ്മൂലം സർക്കാരിൽ കൊടുത്തു കഴിയുമ്പോഴാണ്, അല്ലെ തദ്ദേശ വകുപ്പിൽ നമുക്ക് പെർമിറ്റ് നൽകുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി മുഖാന്തരം നമ്മൾ കൊടുത്തതിന് ശേഷമാണ് നമുക്കിത് അനുവാദം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായി നിയമത്തിന് വിധേയമായിട്ട് തന്നെ ചെയ്യുവാനും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നിയമ ലംഘനങ്ങൾ, അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, സമയനഷ്ടങ്ങൾ, മാനസിക വിഷമങ്ങൾ എന്നിവ ഒഴിവാക്കാനും വേണ്ടി കൃത്യമായി നല്ലൊരു ലൈസൻസ്ഡ് എഞ്ചിനീയറെയോ സൂപ്പർവൈസറെയോ സെലക്ട് ചെയ്ത് നിങ്ങൾ വർക്ക് കൊടുക്കുവാൻ തീരുമാനിക്കണം. അതിനൊരു മുൻഗണന കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് എന്തൊക്കെയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെന്ന്, ഒരു വീട് എടുക്കുന്നതിന് മുമ്പ് അല്ലെ ഒരു കെട്ടിടം എടുക്കുന്നതിന് മുമ്പ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വേണ്ട എന്നുള്ളത് അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുക. ഇത് നമ്മൾ നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം അതായത് മലയാളത്തിൽ തന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭത്തിന് മുതിരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ അപാകതകൾ, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണമെന്നും വരും വീഡിയോകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വീഡിയോ മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കാമെന്ന് തീർച്ചയായിട്ടും ഉറപ്പ് നൽകുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.